ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണോ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. ഋതുവിന്റെ ബർത്ത്ഡേ, ഋതുവിന്റെ അല്ല കേട്ടോ, ഋതുവിന്റെ ഫ്രണ്ടിന്റെ ഋതുവിന്റെ ഭവ്യ ചേച്ചിയുടെ ബർത്ത്ഡേ ആണല്ലേ. അപ്പോ ചേച്ചിയാണ്, ആളിപ്പോ 5th പഠിക്കുന്നത്. അപ്പൊ ആളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി കൊടുക്കാന്നുള്ളത്. അപ്പോൾ നമ്മളത് വാങ്ങാൻ വേണ്ടി ലുലുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവള് ഇടയ്ക്കിടയ്ക്കായിട്ട് അവൾക്ക് ക്രാഫ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അവൾക്ക് സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ട്രാഫിക്കാണ്. നമ്മൾ ട്രാഫിക്കിൽ ഇപ്പം നിൽക്കുകയാണ്. അല്ല ചേർത്താട്ടാ, എങ്ങനെയുണ്ട് ചേർത്താട്ടാ ട്രാഫിക്? ഇപ്പോൾ പൊതുവെ ഇപ്പോൾ കുറവാണ് ട്രാഫിക്. സ്കൂൾ വെക്കേഷൻ കാരണം ട്രാഫിക് കുറവാണ്. ചേർത്താട്ടത് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയുള്ളൂ. ഞങ്ങളപ്പോൾ റൂമിലേക്ക് കയറിയില്ല ചേർത്താട്ടൻ. ഞങ്ങൾ നേരെ ഇവിടെ ഒരാളെ ഭയങ്കര എക്സ്പ്രസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി അവിടെ എത്തിയിട്ട് കാണാം. ഇപ്പോഴത്തെ ഇവിടുത്തെ ചൂടെന്ന് പറയുമ്പോഴേ ഒരു രക്ഷയില്ല. ഭയങ്കര ചൂടാണ് കേട്ടോ, ഭയങ്കര ഹ്യൂമിഡിറ്റി. നമുക്ക് ഈവനിങ്ങൊന്നും പുറത്ത് നടക്കാനേ ഇറങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഫിറ്റർ കപ്പിളിൽ നമ്മൾ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫസ്റ്റ് വീക്കിൽ ഓൾമോസ്റ്റ് 3 kg കുറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അടിപൊളി. അപ്പോൾ ഇനി ഒരു 5-6 ആഴ്ച ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച 3 കിലോ വെച്ചിട്ട് 5 ആഴ്ചയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം വെയിറ്റ് കുറയും. അങ്ങനെ കുറേ പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ അവിടെ സ്റ്റോപ്പായി. അതാണ് ഞാൻ ഈ വെയിറ്റ് ലോസിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഞാനത് റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ നമ്മളിതേ പോകുമ്പോൾ ഈ ബിൽഡിങ്സൊക്കെ കാണുമ്പോഴേ ഞങ്ങൾ അന്ന് റൂം ഷിഫ്റ്റിങ്ങിൻ്റെ ടൈം പീരീഡ് ഓർമ്മ വരികയാണ്. ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ളൊരു സമയമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പെട്ടെന്ന് ഒരു റൂം നോക്കണം, അതൊന്ന് സെറ്റാക്കണം എന്നുള്ളതായിരുന്നു. പിന്നെ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട റൂം വാസലിൽ കണ്ടപ്പോൾ പിന്നെ അത് അങ്ങനെ ഫിക്സ് ചെയ്തു. ബാക്കി സെർച്ചിങ് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ റൂം അങ്ങനെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിതേ സംസാരിച്ച് ലുലുവിൽ എത്തിയിരിക്കുന്നു. ലുലുവിൽ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഒരു ടൈം, അതായത് നമ്മളൊരു ഈവനിങ് ടൈമിലാണല്ലോ പോയിട്ടുണ്ടായിരുന്നത്, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ സ്മൂത്തായിട്ടൊരു പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. ബട്ട് അവിടെ എത്തിയപ്പോഴായിരുന്നു ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഈവനിങ് സ്നാക്ക് എന്ന് പറഞ്ഞ സംഭവങ്ങൾ നിർബന്ധമായിട്ടൊന്നും കഴിക്കൊന്നുമില്ല. അന്ന് എന്തോ വിശന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും സ്വീറ്റ് കോണൊക്കെ വാങ്ങി കഴിച്ച് പോവാം, അങ്ങനെയാണെങ്കിൽ കഴിക്കും ചെയ്യാം, നമ്മുടെ പർച്ചേസിങ്ങും നടക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ കാരണം എന്നുള്ളത് ഞാൻ പിന്നെ പറയാം കേട്ടോ. ആദ്യം നമ്മൾ ഈ സ്വീറ്റ് കോൺ വാങ്ങിയത് എല്ലാ ഫ്ലേവേഴ്സും കൂടി മിക്സ് ചെയ്തായിരുന്നു. അതായത് ബട്ടർ ഉണ്ടായിരുന്നു, ചീസ് ഉണ്ടായിരുന്നു, ലൈം, ഗാർലിക്, ചില്ലി, പെപ്പർ ആൻഡ് സോൾട്ട്, ഈ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തുള്ളതായിരുന്നു. അതിൽ ആ ലൈം ജ്യൂസ് ഒഴിക്കുമ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു സംശയം തോന്നി കേട്ടോ, കൂടി പോവുമോ എന്നുള്ളത്. കൂടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ കൂടി എല്ലാ ടേസ്റ്റും കൂടിയിട്ട് ഒരുമിച്ചിട്ട് വന്നപ്പോൾ അതങ്ങനെ ഓക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പോയി. നമ്മളൊരു മീഡിയം കപ്പ് സൈസ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാലും ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടും അത് ബാക്കിയായിരുന്നു. പിന്നെ ഋതുവിന് നമ്മൾ വല്ലാതെ കൊടുത്തില്ല കേട്ടോ. കാരണം അവനിപ്പോൾ ഈ എരിവും പുളിയൊന്നും വല്ലാതെ കഴിക്കണം അധികം നല്ലതല്ലല്ലോ. അത് കാരണം തന്നെ അവന് 2-3 പോപ്കോൺ, അതും എരിവും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് കളഞ്ഞിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇതൊക്കെ വാങ്ങി നേരെ മുകളിൽ പോയി ഡ്രസ്സ് എടുക്കുമ്പോഴാണ് സെക്യൂരിറ്റി ചേട്ടൻ്റെ ഒരു വിളി, ഹലോ മാഡം എന്ന്. ഞാനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിങ്ങനെ കഴിച്ച് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എൻട്രി ചെയ്യുമായിരുന്നു. ശരത്തേട്ടനും ഋതു നേരെ ഫസ്റ്റേ നടന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ആൾ പറഞ്ഞത് ഇതൊന്നും അലൗഡ് അല്ല, ഇവിടെ നമ്മൾ പർച്ചേസിങ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോവുകയാണല്ലോ, അതാവുമായിരിക്കും. അപ്പോൾ ഞാനതൊക്കെ ക്ലോസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ശശി ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയി തോന്നുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ക്ലോസ് ചെയ്തു. നേരെ ട്രോളി കൊടുത്തിട്ട് ഞാൻ ഡ്രസ്സൊക്കെ വാങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ശരത്തേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രോക്കും കാര്യങ്ങളൊക്കെ അല്ല, അപ്പോൾ നീ തന്നെ സെലക്ട് ചെയ്തോ, ഞാൻ ലാസ്റ്റ് ഇഷ്ടമായോ എന്നുള്ളത് പറയാം, നീ സെലക്ട് ചെയ്തോ, ഞാൻ ഋതുവിനായിട്ട് ഇരുന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഒരു വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സ് എടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ നേരെ ഫ്രോക്കിൻ്റെ സെക്ഷനിലേക്ക് പോയി. പിന്നെ ബർത്ത്ഡേ അല്ലേ, പിന്നെ ഞാൻ നാട്ടിലാണെന്നുണ്ടെങ്കിലും ശ്രുതിയേച്ചിക്ക് 2 ആൺകുട്ടികൾ, ഇവിടെ ഋതും ബോയ് തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ പെൺകുട്ടികൾക്ക് ഇപ്പോൾ അടുത്തൊന്നും ഡ്രസ്സ് അങ്ങനെ വാങ്ങിക്കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു കൺഫ്യൂഷൻ, ഏത് വാങ്ങും എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു മുഴുവനായിട്ട്. നമ്മൾ ഓരോ പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ ഇത് അടിപൊളി അത് അടിപൊളി എന്നൊക്കെ പറയുമെങ്കിലും നേരിട്ട് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാകും കേട്ടോ. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് ഈ പേസ്റ്റൽ ഷെയ്ഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ ഒരു ഫ്രോക്ക് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. അതിൽ 8 to 9 years ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ചെറുപ്പം തോന്നി, എനിക്ക് ശരത്തേട്ടനും ചെറുതായിട്ട് തോന്നി. പക്ഷേ എന്നാൽ കൂടി അതിൽ ആ ഏജ് അങ്ങനെ മെൻഷൻ ചെയ്തപ്പോൾ നമ്മൾ ഇതന്നെ ഫിക്സ് ചെയ്തിട്ട് വാങ്ങാൻ പോയിട്ട് അതിൽ
വീഡിയോയിൽ കാണുമ്പോൾ ഒന്നുകൂടി ചെറുതായിട്ട് തോന്നുമെങ്കിൽ പക്ഷെ അത്രയ്ക്ക് ചെറുതായിരുന്നില്ല. ഒരു 8 to 9 ഏജ് ആയിരുന്നു. അവൾക്കിപ്പോൾ 10 വയസ്സാണ്. അപ്പോൾ നമ്മളത് വാങ്ങി പോയി. പിന്നെ അവൾക്ക് ഒരു അനിയനും കൂടി ഉണ്ട് കേട്ടോ, ദച്ചു. അപ്പോൾ ഇവൾക്ക് മാത്രം ഗിഫ്റ്റൊക്കെ നമ്മൾ റാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവനൊരു സങ്കടം ആവണ്ടെന്ന് വെച്ചിട്ട് അവൻ നമ്മൾ ആ ഒരു ടീഷർട്ടും ട്രൗസറും കൂടിയുള്ള ആ പെയർ വാങ്ങി നമ്മൾ നേരെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ പോയി. അവിടെ തന്നെ ഓപ്പോസിറ്റ് സെക്ഷനിൽ ഗിഫ്റ്റ് റാപ്പ് ചെയ്യും. ചാർജബിൾ ഒന്നും അല്ല കേട്ടോ, അവർ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തു തരും. പിന്നെ നമ്മളിത് ഗിഫ്റ്റ് കൊടുത്തപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഭവ്യയുടെ ബോക്സ് ദച്ചുവിൻ്റെ അടുത്തും പോയി, ദച്ചുവിൻ്റെ ബോക്സ് ഭവ്യയുടെ അടുത്തും പോയി. പിന്നെ നമ്മളിതേ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ ഇവിടെ എത്തിയതിൻ്റെ ശേഷം. നമ്മളിപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ മുഴുവൻ മെട്രോയിലായിരുന്നല്ലോ പോയിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്രാഫിക് ഇഷ്യൂസ് ഇത്രയ്ക്കധികം നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഇത്രയ്ക്കധികം ട്രാഫിക് ഒരു ഭയങ്കര പ്രശ്നമാണെന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. പിന്നെ നമ്മളെ ബിൽഡിങ്ങിലെത്തി. അവർക്ക് ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം അവരുടെ വീട്ടിൽ കുറേ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അവർ വീഡിയോയ്ക്ക് ഓക്കെ ആണോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് അവരുടെ ഫ്രണ്ട്സിനൊക്കെ കാണുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഇടുന്നത് വീഡിയോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണും വരെ ബൈ.